ജില്ലയിലെ കൃഷിവകുപ്പിലെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പിലാക്കുന്ന ഓരോ തുള്ളിയിൽ നിന്നും കൂടുതൽ വിളവ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശില്പശാല കാഞ്ഞങ്ങാട്ട് നടന്നു. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ കൃഷിവകുപ്പിലെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പിലാക്കുന്ന ഓരോ തുള്ളിയിൽ നിന്നും കൂടുതൽ വിള പദ്ധതിയുമായി ബന്ധപ്പെട്ട ദ്വിദിന ശില്പശാല കാഞ്ഞങ്ങാട്ട് നടന്നു. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഭൂപരിഷ്കരണത്തിന്റെ നേട്ടങ്ങൾ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതുകൊണ്ടുണ്ടായ പരിമിതികൾ പൂർണ്ണമായും മറികടക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ കൃഷിവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരും ഡീലർമാരും ശില്പശാലയിൽ പങ്കെടുത്തു. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാഘവേന്ദ്ര അധ്യക്ഷത വഹിച്ചു. കൃഷി ഉത്തരമേഖല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജൻ R സംസാരിച്ചു. ആത്മ പ്രൊജക്ട് ആനന്ദ് സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുഹാസ് EN നന്ദിയും പറഞ്ഞു. കേരള കാർഷിക സർവകലാശാല മണ്ണ് ജലസംരക്ഷണ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസർ അബ്ദുൾ ഹക്കീം, മൈക്രോ ഇറിഗേഷൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് സൂര്യശ്രീ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലയിൽ 2 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പാണ് PDMC എന്ന പേരിൽ നടത്തുന്നത്. ഈ 2 ദിവസത്തെ വർക്ക്ഷോപ്പിലേക്കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കർഷകരിലേക്കും ഉദ്യോഗസ്ഥർക്കും ഈ സ്കീം എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടാക്കാനും അതോടൊപ്പം സ്കീമിൻ്റെ പ്രചരണമാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്ത ഈ സ്കീമിൽ ഇന്നലെ ഉണ്ടായിരുന്ന സെഷനുകളിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് ഉദ്യോഗസ്ഥരെയും കൂടിയാണ്. നമ്മൾ അതിനകത്ത് ഇതിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമ്മൾക്ക് ഇനി എങ്ങനെയാണ് ഈ സ്കീം ജില്ലയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു ധാരണ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് കർഷകരുടെ അടുത്ത് ഡീറ്റെയിൽഡായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്കീമിൻ്റെ കമ്പോണൻസ്, ഇന്ന് ക്രെഡിറ്റ് ലിങ്കിങ്ങിനെ പറ്റി ബാങ്കിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുണ്ട്. അപ്പോൾ കർഷകരും ഇതിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് വന്നിട്ടുണ്ട് 2 ദിവസത്തെ സെമിനാറിനകത്ത്. അപ്പോൾ ഈ വർക്ക്ഷോപ്പിലേക്ക് കൂടി നമ്മൾ ഇനി തുടർച്ചയായിട്ട് സീരീസ് ആയിട്ടുള്ള ബ്ലോക്ക് തലത്തിലുള്ള വർക്ക്ഷോപ്പുകളും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. കേരള കാർഷിക സർവകലാശാല മണ്ണ് ജലസംരക്ഷണ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസർ അബ്ദുൾ ഹക്കീം, മൈക്രോ ഇറിഗേഷൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് സൂര്യശ്രീ എന്നിവർ വിവിധ സെഷനുകൾ നയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.